സിഫ്രാൻ, നമ്മളിങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കും, പ്രേക്ഷകരെടുക്ക ആഗ്രഹിക്കുക ഒരു പാട്ടൊക്കെ കിട്ടാൻ വേണ്ടി. സിഫ്രാൻ ഒരു പാട്ട് നമുക്ക്. पापा कहते हैं बड़ा नाम करेगा, बेटा हमारा ऐसा काम करेगा, मगर ये तो कोई न जाने कि मेरी मंजिल है कहाँ. पापा कहते हैं बड़ा नाम करेगा, बेटा हमारा ऐसा काम करेगा. നമ്മളിവിടെ താങ്കൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ മൈലാഞ്ചിയിൽ വരിക്കും, പിന്നെ പട്രുപോലിൽ ഉണ്ടായിരുന്നു അല്ലെ കൈരളിയുടെ, അതിന്റെ ഒരു ടീമിന്റെ ലീഡർ ആയിരുന്നു താങ്കളെ. ആ അനുഭവം കൈരളി ടി വിയിലെ പട്രുമാല് അത് എന്താ പറയുക ട്രൂപ്പായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. കേരളത്തിലെ എല്ലാ സിംഗേഴ്സും അതിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ടീം ലീഡർ എന്നുള്ള രീതിയിൽ പല ഗ്രൂപ്പുകളായിട്ട് കളേഴ്സ് എന്നുള്ളൊരു ടീം, അതായത് റോസ് കളറിലെ റോസ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഞാൻ. അപ്പോൾ അതിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഇതുപോലെ പാടാൻ പറ്റി. നല്ല അനുഭവമായിരുന്നു. നല്ല എന്താ പറയുക, ഒരുപാട് നമ്മളൊരു കുടുംബം പോലെ ആയിരുന്നു. അതിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഫീൽഡിലുള്ള എല്ലാ സിംഗേഴ്സും അതിലുണ്ട്. അപ്പോൾ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. നമ്മുടെ അതിൻ്റെ 2ാം സ്ഥാനം നമ്മൾക്കായിരുന്നു. ഓക്കെ, അങ്ങനെ വിട്ടുകൊടുക്കില്ല അല്ലേ? പട്രുമാലിൽ താങ്കളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ അനുഭവങ്ങളെ കുറിച്ചിട്ട്. പട്രുമാലിലും അതേപോലെ പിന്നെ ഞാനും പങ്കെടുത്തതാണ്. തിരുവനന്തപുരത്താണ് ഷൂട്ടൊക്കെ ഉണ്ടായത്. ഇപ്പൊ മോൻ ചെറുതാണ്, അവനൊരു 6 മാസം ആ ഒരു ടൈമിലാണ് ഞാൻ. അതെ അതെ, ഒരുപാട് പാട്ടുകാർ കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഒരുപാട് പാട്ടുകൾ, അതുകൊണ്ട് മാപ്പിളപ്പാട്ട് ഒരുപാട് ടൈപ്പുള്ള പാട്ടുകൾ പാടാൻ പറ്റി. ഒരുപാട് പാട്ടുകൾ പാടി അവിടെ. പിന്നെ അപ്പൊ അവിടെ പാടിയതെന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. ഇവൻ കുഞ്ഞാണ്, ഫീഡിങ് ഒക്കെ ഉള്ള ടൈമിലാണ്. അപ്പോൾ ആരെങ്കിലും ഇവനെ പുറത്തുനിന്ന് എടുക്കും. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ പോയി പാടുന്നത്. പിന്നെ അവിടെ നിന്നൊക്കെ അത് കഴിഞ്ഞു. പക്ഷെ ഒരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെയാണ് മോൻ ആ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അന്ന് അവൻ കുഞ്ഞായിരുന്നു. പക്ഷെ അവിടെ അതേപോലെ കുട്ടിപ്പട്രുമാൽ എന്നുള്ള ഷോയിലേക്ക് മോനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. അപ്പൊ അതിലേക്ക് നമ്മള് 3 പേരും കൂടിയിട്ട് നമ്മൾ പോയി. ആ ഒരു സമയത്ത് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയില്ലേ? അതൊരു ഒരു ഭാഗ്യാണ് അല്ലേ? അല്ലെ, അതിനെ കുറിച്ചിട്ട് ഇസാംക ഒന്ന് വിലയിരുത്തുമ്പോൾ, കാരണം ചെറുതില് അല്ലെ താങ്കൾ അവിടെ എത്തുന്നു, താങ്കൾ എത്തുന്ന സമയത്ത് വളരെ 6 മാസം പ്രായമുള്ള കൊച്ചു, പിന്നീട് അവൻ അതേ സെറ്റാണ്. പിന്നെ ഞാൻ ആ സമയത്ത് നമ്മൾ ഇവനെയും കൊണ്ട് പോയ സമയത്ത് നമ്മൾ അവിടുന്ന് പറഞ്ഞു ഇതേ ഫോട്ടോ ഉണ്ട് അതില്. പിന്നെ അവന് ഇത്രയും കുറച്ച് വലുതായിട്ട് ആ ഒരു സമയത്ത് പോകുമ്പോൾ, കാരണം നമ്മളെ മനസ്സിന്റെ ഉള്ളിലൊരു, കാരണം നമ്മള് റിയാലിറ്റി ഷോയിലാണ് അവിടെ ഒരു മത്സരത്തിൽ പങ്കെടുത്തിടത്തേക്ക് മോനൊരു ഗസ്റ്റായിട്ട് തീർച്ചയായിട്ടും. ഓക്കെ, അടുത്ത് എല്ലാരും പാടിയിട്ടുണ്ടല്ലേ? നൂറി വിട്ടെടുക്കോ? ഇല്ല, പാടും. न जाने किस पे आएगा, है अपना दिल तो आवारा, न जाने किस पे आएगा. हसीनों ने बुलाया, गले से भी लगाया, बहुत समझाया, यही न समझा. हसीनों ने बुलाया, गले से भी लगाया, बहुत समझाया, यही न समझा. बहुत बोला है बेचारा, न जाने किस पे आएगा. है अपना दिल तो आवारा, न जाने किस पे आएगा.